ഹായ്, ഞാൻ ആർക്കിടെക്ട് പ്രസീത. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് റീസെൻ്റ്ലി കംപ്ലീറ്റ് ചെയ്ത കളഭം എന്ന വീടിൻ്റെ പ്രൗഡ് ഓണേഴ്സായ മിസ്റ്റർ ആൻഡ് മിസ്സിസ് അനൂപ് ആൻഡ് ഫാമിലിയാണ്. നമുക്ക് അവരോട് തന്നെ അവരുടെ എക്സ്പീരിയൻസ് എന്തെന്നുള്ളത് ചോദിച്ചറിയാം. ഹായ്. ഹലോ. ഹായ്. പിന്നെ എങ്ങനെയുണ്ട് നമ്മുടെ ഫുൾ പ്രൊജക്ടിന്റെ ഔട്ട്കം? എങ്ങനെയുണ്ട്? നല്ല ഹാപ്പിയാണ് മാഡം. ഭയങ്കര ഹാപ്പിയാണ്. ഇതിന്റെ ഔട്ട്പുട്ടും നമ്മൾ 3D കാണിച്ച രീതിയിൽ വന്നതൊക്കെ റിയാലിറ്റിയിൽ വന്നപ്പോൾ വി ആർ വെരി മച്ച് ഹാപ്പി. ദ ക്വാളിറ്റി, അത് ചെയ്ത രീതി, ദ വേ യു ആൻഡ് യുവർ കമ്പനി ഇന്ററാക്ട്സ് വിത്ത് നമ്മുടെ ഈ ടോട്ടൽ ഇന്റീരിയറിനെ ബേസ് ചെയ്യുന്ന സമയത്ത് 3Dയും അതേപോലെ തന്നെ 2D എല്ലാം തന്നിട്ടാണ് നമ്മൾ ഇന്റീരിയർ ഫൈനലൈസ് ചെയ്തത്. ആ സമയത്ത് റിയലി ഇത് ഇതേപോലെ തന്നെ ഉണ്ടാവും എന്നുള്ളൊരു ഫീഡ്ബാക്കോ കാര്യങ്ങളോ ഉണ്ടായിരുന്നു? ടു ബി ഫ്രാങ്ക്, ഞങ്ങൾക്ക് ആ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നില്ല. നല്ല പേടിയായിരുന്നു. എക്സ്പെക്ടേഷന്റെ അല്ല, നല്ല പേടിയായിരുന്നു. അതായത് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആസ് എ ആർക്കിടെക്ട് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ പറയുന്ന സമയത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇത് പറയുന്നത് കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. നല്ലോണം ഉണ്ടായിരുന്നു. ബട്ട് എൻഡില് അത് വളരെ സാറ്റിസ്ഫാക്ഷൻ നല്ലോണം തന്നു. വളരെ ഹാപ്പി ആയി. നമ്മുടെ ഈ ഒരു ഫോയറിന്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ഒരുപാട് പ്രാവശ്യം എഡിറ്റ് ചെയ്ത് അത് ഫൈനലൈസ് ചെയ്ത് നമുക്ക് ആ ഇഷ്യൂ വന്നപ്പോഴും നിങ്ങൾ അതിന് ഓൾട്ടർനേറ്റ്സ് കണ്ടുപിടിച്ചതായിരുന്നു നമുക്ക് ആക്ച്വലി ഹാപ്പി ആയത്. പിന്നെന്താ വെച്ചാൽ നമ്മളൊരു കോൺഫിഡൻസ് എന്താ തന്നെ വെച്ചാൽ നിങ്ങളുടെ മറ്റുള്ള ഓൺഗോയിങ് പ്രോജക്ട്സും ചെയ്ത പ്രോജക്ട്സും കാണുമ്പോൾ ആ ഒരു ക്വാളിറ്റിയിലേക്ക് എത്തിക്കേണ്ട മനസ്സിലായി. പക്ഷെ നമുക്ക് ആ ഒന്നും റിയൽ വേറൊരു കസ്റ്റമറിന്റെ വീട്ടിൽ പോയി കാണാൻ പറ്റാത്തതുകൊണ്ട് ഈ വെച്ച സാധനം എത്ര ആക്ച്വലി ബലമുണ്ടോ, അല്ലെങ്കിൽ ഇപ്പൊ ഇവനോട് നമ്മുടെ വുഡൻ ഇവിടെ ഫംഗ്ഷനിൽ വന്ന ആൾക്കാർ ചോദിച്ചു വുഡൊക്കെ എത്ര ബലം, നല്ല സ്ട്രോങ്. പൊതുവെ ചെറിയ ക്വാളിറ്റി ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് നമുക്കപ്പോ. അത് ആ ചെയ്ത ക്വാളിറ്റിയിലുള്ളൊരു ദാറ്റ് ഈസ് ആക്ച്വലി ഗിവിംഗ് us more happiness. ഒരു കോൺഫിഡന്റ് കൂടിയും തോന്നുന്നില്ല. അതായത് നമ്മള് പറയുന്ന കാര്യങ്ങൾ പറയുന്ന രീതിനെക്കാട്ടും കുറച്ചുകൂടി നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടാണ് എല്ലാം ചെയ്യുന്നത്. അതായത് ഒരു കസ്റ്റമറിനെ ബേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരു ആർക്കിടെക്ട്, അതായത് പ്രത്യേകിച്ച് ഒരു ആർക്കിടെക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പോകാനുള്ള വയബിലിറ്റി, പ്രാക്ടിക്കൽ വയബിലിറ്റി, സർവീസ് പാർട്ട്, അതേപോലെ തന്നെ പേഴ്സൺ ടു പേഴ്സൺ അവരുടെ ഹൈറ്റ് കാര്യങ്ങളെല്ലാം ഡീറ്റെയിലിംഗ് കുറച്ചുകൂടി കൂടുതലായിരിക്കും. നല്ലോണം ഉണ്ടായിരുന്നു ആക്ച്വലി. കാരണം നമുക്ക് അവർ ഓരോ ഫംഗ്ഷനാലിറ്റി, ഓരോ സ്പേസ് വെറും ഒരു ഡിസൈനിന് വേണ്ടി മാത്രമല്ല, നമുക്കത് ചെയ്ത് കഴിഞ്ഞാൽ നാളെ എത്രത്തോളം യൂസ്ഫുൾ ആവും അതിൻ്റെയൊക്കെ സജഷൻസ്. നിങ്ങൾ ആക്ച്വലി പറഞ്ഞ ഒരു കൺസൾട്ടന്റ് ജോബും ഇതിന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആക്ച്വലി ഒരു വീട് സ്റ്റാർട്ടിങ് തൊട്ടിട്ട് എൻഡിങ് വരെ എങ്ങനെ ചെയ്തെടുക്കാന്ന് മനസ്സിലാക്കി തന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയി. അത് നമ്മുടെ സൈഡിൽ സിൻസ് ഞങ്ങൾ പുറത്തുള്ള ആൾക്കാരായതുകൊണ്ട് നമുക്ക് ഒറ്റൊരു കമ്പനിയായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് ഈസിയാണ്. കാരണം ഇഷ്ടംപോലെ ആൾക്കാർ കോസ്റ്റ് ഫാക്ടർ നോക്കിയിട്ട് സൂപ്പർ സ്ട്രക്ചർ ഒരു കമ്പനി, ബാക്കി മേജർ ഇന്റീരിയർ ഡിസൈൻ ഒരു കമ്പനി, ഫർണിച്ചേഴ്സ് ഒക്കെ വാങ്ങിക്കും. ഞങ്ങളിവിടെ വന്നിട്ടാകെ ഫർണിച്ചർ 2-3 ഇത് കുറച്ച് ഇന്റീരിയർ ഐറ്റംസ് ഡെക്കറേറ്റീവ് തിങ്സ് പക്ഷെ ബാക്കി എല്ലാം മാമിന്റെ കമ്പനിയിൽ ചെയ്യുന്നത് കൊണ്ട് ഇറ്റ് വാസ് മോർ ഈസി ഫോർ അതിന്റെ ഡിസൈൻ. നമുക്കത് മോർ ചാലഞ്ചിങ് ആണ്. ആസ് എ കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് ഇൻ കേസ് ഓഫ് നമുക്ക് ഈ ഒരു ഹോമിന്റെ കാര്യത്തില്, ബാക്കി എല്ലാ കാര്യത്തിലും നമുക്ക് അധികം നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടല്ലോ. അതെ, അതായത് ഓരോ പേഴ്സൺ ടു പേഴ്സൺ അവരുടെ ഇഷ്ടങ്ങളും കാര്യങ്ങളെല്ലാം എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അതിൽ നമ്മൾ അവരുടെ പേഴ്സണൽ ടൈമിൽ കയറിയിട്ടാണ് നമ്മൾ അത്രയും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്. അപ്പൊ അത് കുറച്ച് ചാലഞ്ചിങ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ആ ചാലഞ്ചിങ്ങിൽ 100% ക്ലയന്റ് സാറ്റിസ്ഫൈ ആയി എന്ന് പറയുമ്പോൾ കാരണം ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളോട് പറയുന്ന മുന്നേ തന്നെ വരുന്ന ഗസ്റ്റിന്റെ അടുത്തൊക്കെ ഓൾറെഡി ഞങ്ങൾ റെഫർ ചെയ്ത് കഴിഞ്ഞു. സോ ഞങ്ങളുടെ സൈഡിലുള്ള അഡ്വർടൈസ്മെന്റും പോയി കഴിഞ്ഞു. തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി ചോദിക്കുന്നവരോടൊക്കെ പറയുന്നുണ്ട്, കുറെ പേർക്ക് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. ബട്ട് ലൈക്ക് അവർ തോട്ട് വാസ് ഓക്കെ, നമ്മൾ കുറച്ചൊരു മെട്രോ സിറ്റി എറണാകുളം അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു കമ്പനീസ് ആയിരിക്കും കുറച്ചൊരു. നമ്മളിവിടെ അമ്പലപ്പാറ ചെയ്യുന്നുണ്ട് പ്രൊജക്ട്. കേരള ചെയ്യുന്നത് മനസ്സിലായി. പക്ഷെ നമ്മുടെ പാലക്കാടിന്റെ അത്രത്തോളം ഒരു സ്റ്റാൻഡേർഡ് വരുത്തുന്ന നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോ മോസ്റ്റ്ലി ഇപ്പൊ ഒരു 10 to 15 years ആയി ഈ ഒരു ഫീൽഡില്. നമ്മള് പ്രൊജക്ട് ബിഗിനിങ് തൊട്ടിട്ട് ഇതുവരെ നമ്മുടെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസിങ് ചെയ്തിട്ടില്ല. ഈച്ച് ആൻഡ് ഡീറ്റെയിലിംഗ് ആണെങ്കിൽ ടീമിന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അവരെ അത്രയും നമ്മൾ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരികയാണ്. നമ്മുടെ ക്വാളിറ്റി എന്താണ്, പെർഫെക്ഷൻ എന്താണ്, ചെറിയ കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട്. ഒരു ടീം വർക്ക് ആയത് കാരണം കൊണ്ട് നമ്മൾ ടോപ്പിലിരിക്കുന്ന ആൾക്കാരുടെ അതേ ഫീഡ്ബാക്ക് തന്നെ ഏറ്റവും ബോട്ടം വരെ എത്തിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ചാലഞ്ചിങ് ആണ്, കൺസെഷൻ ആയത് കാരണം കൊണ്ട്.
അല്ലെ കമ്മ്യൂണിക്കേഷൻ മിസ് വരാനൊക്കെ അതെ. സ്കോപ്പ് ഉണ്ട്. പക്ഷെ അത് നമ്മള് ഒരു ലൈനിലൂടെ എല്ലാം സ്റ്റിൽ അത് ചാലഞ്ചിങ് ആണെങ്കിലും നിങ്ങൾ അത് കോപ്പപ്പ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് നല്ലവണ്ണം. ലൈക്ക് അപ്പോൾ ഒക്കെ ഒരു സൈഡിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ പോയിട്ടില്ല പറഞ്ഞാൽ അത് അപ്പം തന്നെ റെക്ടിഫൈ ചെയ്തിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു എഫേർട്ട് നല്ലോണം എടുത്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി അതൊരു അപ്രീഷിയേറ്റിംഗ് ഒരു കാര്യം ശരിക്കും തന്നെയാണ്. പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇതേപോലെ ഒരു കസ്റ്റമർ എന്നതിലുപരി നമ്മുടെ ക്ലയൻസ്, അത് ഏത് ക്ലയന്റ് ആണെങ്കിലും നമുക്ക് ടേൺ കീ ബേസിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് വലിയൊരു ചാലഞ്ചിങ് ആണ്. ഒരു ക്ലയന്റിന്റെ എൻ്റർ ഏരിയ അതെല്ലാം റെഡി കൊണ്ടുവന്ന പോലെ തന്നെ കാണിച്ചു കൊടുത്ത് ഏരിയ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കണം. മാറിക്കൊണ്ടിരിക്കും. പിന്നീട് കണ്ടിട്ട് ഇത് വേണ്ട എന്ന് പറയാൻ കഷ്ടമാണ്. നമ്മളൊരു പ്രാക്ടിക്കൽ പോയിന്റ് നോക്കുന്ന സമയത്ത് ഇറ്റ് വാസ് മോർ ഈസിയർ ടു ഹാൻഡിൽ. എൻഡ് ഓഫ് റിസൾട്ട് രണ്ടുപേരും നമ്മളൊരു വീടിന്റെ ഒരു ഹോം ടൂർ മാഡം നടത്തുമ്പോ കാണാം നമ്മുടെ വീട് എത്രത്തോളം ഭംഗിയായിട്ട്. ചെറിയൊരു സ്പേസോ വലിയൊരു സ്പേസ്, ആ ഒരു സ്പേസിനുള്ളിൽ ഭയങ്കര കൺസേൺ ആയിരുന്നു. നോക്കുന്ന സമയത്ത് നമ്മുടെ ലിവിംഗ് ഏരിയ നമുക്ക് വളരെ ചെറുതാവും. കാരണം നമ്മള് പൊതുവെ ഒരു ലിവിംഗ് ഏരിയ കുറച്ച് വലിയ ഹോളൊക്കെ, ബട്ട് ലൈക്ക് ലേ ഔട്ട് ഒക്കെ വെച്ച് ഞങ്ങളും മെഷർ ചെയ്ത് നോക്കി ഏകദേശം ഇത് ഓക്കെയാണ്. ബട്ട് ലൈക്ക് മാമും കമ്പനി സ്റ്റാഫ്സും കോൺഫിഡന്റ് ആയിരുന്നു. ഫൈനലി എല്ലാം വെച്ചപ്പോ നമ്മളുടെ വീട്ടുകാർ പോലും കാണുമ്പോ ചോദിച്ചു ഇവിടെ ഇഷ്ടംപോലെ സ്പേസ്. അപ്പോ അത് നമ്മൾ കാരണം നമുക്കൊരു കൺജഷൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് വരാത്ത രീതിയിൽ ചെയ്യുന്നത് അല്ല, നമ്മുടെ ഇന്ത്യയിലെ തീം നമ്മൾ അതേപോലെ വർക്ക്ഔട്ട് ചെയ്ത കാരണം കൊണ്ടാണ് നമുക്ക് ഇത്ര ഒരു സ്പേസ് തോന്നിക്കുന്നത്. ഇപ്പൊ ഒരു 1-2 വാള് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സ്പേസ് തോന്നിക്കില്ല. ഇന്റീരിയറിന്റെ ആ ഒരു തീമിനെ ബേസ് ചെയ്തിട്ടാണ് സ്പേസ് നമുക്ക് കുറച്ചുകൂടി എല്ലാം നമ്മുടെ വ്യൂവിനെ ബേസ് ചെയ്തിട്ടാണല്ലോ വരിക. അപ്പൊ അതങ്ങനെ നമ്മുടെ വീട് വളരെ ചെറുതാണെങ്കിലും ഭയങ്കര കോമ്പാക്റ്റഡ് ആണ്. എല്ലാം ക്യൂട്ട്നെസ് ഉണ്ട്. അതിന് പ്രത്യേകം താങ്ക്സ് പറയുന്നത് നമ്മുടെ ഇന്റീരിയർ പാർട്ട് ചെയ്യുന്ന സമയത്ത് അധികം ചേഞ്ചസോ കാര്യങ്ങളോ ബിഗിനിങ് നമ്മൾ എന്താണോ സ്കീം പ്ലാൻ ചെയ്തിരിക്കുന്നത് അത് ഡെവലപ്പ് ചെയ്യുക കാരണം കൊണ്ടാണ്. ഇൻ കേസ് നമുക്ക് അതിൽ ഏതെങ്കിലും ഒരു വാളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഐറ്റംസ് നമുക്ക് കട്ടിങ്ങോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്പേഷ്യസ്നെസ് കിട്ടില്ല. അപ്പൊ നമുക്ക് അവിടെ ഒരു കണ്ടിന്യൂറ്റി നമുക്ക് നഷ്ടപ്പെടും. അതില്ലാത്തത് കാരണം കൊണ്ട് നമുക്ക് അതേ ഡെവലപ്പ് ചെയ്യുക കാരണം പിന്നെ കളേഴ്സും കാര്യങ്ങളെല്ലാം മാറ്റുന്നത് കൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. ഇതേ രീതിയിൽ നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയത്. അതെ, ഞങ്ങൾ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ടാവും, വിളിച്ചിട്ടും മെസ്സേജ് ചെയ്തിട്ടും. അല്ല, ഈ അനൂപ് സാറിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോഴേ പെട്ടെന്ന് ആർക്കും ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ അല്ല. ഭയങ്കര കാം ആൻഡ് കൂൾ ആയിട്ടാണ് സംസാരിക്കുന്നത്. അത് കാരണം കൊണ്ടാണ് ഞാൻ ഓണസ്റ്റ് ആയിട്ട് പറയാണ്, ഞാൻ ഒരു ക്ലയന്റ് ഇത്രയും കറക്റ്റായിട്ട് ഇങ്ങനെ ഡീൽ ചെയ്ത് കൊണ്ടുപോയിട്ടില്ല. ചില സമയത്ത് സൗണ്ട് വേരിയേഷൻസ് വരുമ്പോൾ നമുക്ക് അറിയാമല്ലോ. പക്ഷെ ആള് അറ്റ് ദ ബിഗിനിങ് തൊട്ടിട്ട് എൻഡ് വരെയും ഒരേ രീതിയിൽ ഒരേ കാമായിട്ട് കൊണ്ടുപോയത് അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഇതിലും പ്രഷറുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ. അപ്പോ നമ്മളിപ്പോ വെറുതെ ഒരാളോട് ബഹളം വെച്ചിട്ട് ആ ഒരു നല്ല വൈബ് കളയുന്നതിനെക്കാട്ടിലും ഒരു ഡിസ്കഷൻ ചെയ്തിട്ട് എന്നാലും നിങ്ങൾക്കും സ്നേഹത്തോടെ കുറെ ഡിസൈൻസ് നമുക്കും വരുള്ളൂ. എല്ലാരും ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ വർക്ക് ചെയ്തത് കൊണ്ടാണ്. എല്ലാവർക്കും ഓരോ മൂഡുകളാണല്ലോ. നമ്മളും ബഹളം വെച്ച് അവർക്കും ടെൻഷനാവും. പിന്നെ കസ്റ്റമറിന്റെ ഒന്നും അവർക്കും ഡീൽ ചെയ്യുമ്പോൾ അവർക്കൊരു മനസ്സിൽ വിഷമായിരിക്കും. അവരും ഹാപ്പി ആയിട്ട് ആ ഒരു ഫിനിഷ് വർക്ക്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആസ് എ അനൂപ് അല്ലെങ്കിൽ ക്ലയന്റ് വൈഫ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് മൈൻഡ് വരുന്നത് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കാത്ത നല്ലൊരു കസ്റ്റമർ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഒരുപാട് കസ്റ്റമറിനെ ഡീൽ ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് കസ്റ്റമേഴ്സ് മാത്രമാണ് ഇതേപോലെ ഭയങ്കര മ്യൂട്ടായിട്ട് നല്ല രീതിയിൽ പോകുന്ന കസ്റ്റമർ. അതേപോലെ നമ്മുടെ മാക്സ് നമ്മുടെ കയ്യിൽ നിന്ന് ഔട്ട്പുട്ട് കിട്ടണം എന്ന് പറയുന്ന ക്ലയന്റുകൾ ഒരുപാടുണ്ട്. അതല്ലാതെ ഫുൾ ഹോണസ്റ്റ് ആയിട്ട് ട്രൂത്ത്ഫുൾ ആയിട്ട് ഇങ്ങനെ ചെയ്ത് നന്നായിരിക്കില്ല, ഇങ്ങനെ ചെയ്ത് നന്നായിരിക്കില്ല, സജഷൻ ആണെങ്കിലും കൊണ്ടുപോകുന്നത് കുറച്ചുകൂടി ഹോണസ്റ്റ് ആയിട്ടെന്ന് എനിക്ക് തോന്നി. ഇഷ്യൂസ് വന്നപ്പോഴും നിങ്ങൾ എല്ലാവരും സോൾവ് ചെയ്യാൻ നോക്കി. നമ്മളുടെ കൂടെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഇഷ്ടംപോലെ കോൺട്രാക്ട് അത് പണി കഴിഞ്ഞ് ഇനി നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങളുടെ ടീം നമുക്ക് നാളെ ഗസ്റ്റ് വന്നാലും ചോദിക്കുമ്പോൾ കാണാൻ ഭംഗി വേണ്ടി നമ്മുടെ സൈഡിൽ നമ്മുടെ ടീം ചിന്തിച്ചത് കൊണ്ടാണ് ആ ഒരു ഔട്ട്പുട്ട് വന്നത്. അപ്പൊ അത് നിങ്ങളുടെ ടീമിന്റെ ഉള്ളൊരു ആ ഒരു ലൈക്ക് അവരും കാണിക്കുന്ന ഒരു സിൻസിയറിറ്റി. നമ്മൾ കസ്റ്റമറിന് വേണ്ടി നമ്മൾ അവരെയും ഹാപ്പി ആക്കണം, അവരുടെ വീട് അവർക്ക് സന്തോഷമായിരിക്കും. ആ ഒരു ചിന്ത ഉള്ളത് കൊണ്ടാണ് ലൈക്ക് രണ്ട് സൈഡും മ്യൂച്വൽ ആയിട്ട്
നമ്മളാ ഒരു പ്രോജക്റ്റ് കഴിഞ്ഞാലും അത് അങ്ങനെ തന്നെ നല്ല രീതിയിൽ പോകുന്ന വിശ്വാസം. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച് ഫോർ താങ്ക് യു ഓപ്പർച്യൂണിറ്റി താങ്ക് യു തന്നതിൽ. താങ്ക് യു